യോഗദീപ്തി. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ വനിതാ കമ്മിറ്റി അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തെറാപ്യൂട്ടിക് യോഗ എന്ന വിഷയത്തിൽ പലവിധ രോഗങ്ങൾക്കനുസൃതമായ യോഗാസനങ്ങൾ പരിചയപ്പെടുത്തുന്ന പരിപാടി. യോഗദീപ്തി. നമസ്കാരം, ഞാൻ ഡോക്ടർ ലിഷിത സുജിത്ത്. മാനന്തവാടി പ്രാണ ആയുർവേദ ക്ലിനിക് നടത്തിവരുന്നു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് വനിതാ കമ്മിറ്റി പലതരം രോഗങ്ങളുടെ ചികിത്സയ്ക്കനുസൃതമായ യോഗാസനങ്ങൾ പരിചയപ്പെടുത്തുന്ന യോഗദീപ്തി എന്ന പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്ന യോഗാസനങ്ങൾ സ്ത്രീകൾക്ക് സ്ഥിരമായി ഉണ്ടാകുന്ന ആർത്തവകാല വേദനയ്ക്ക് പ്രയോജനപ്പെടുത്തുന്നവയാണ്. ആർത്തവകാല വേദനകൾ പലപ്പോഴും അതിനനുബന്ധമായി മറ്റ് അസുഖങ്ങൾ ഇല്ലെങ്കിൽ അത് പേശികളുടെ സങ്കോചം കൂടുന്നതുകൊണ്ടോ പേശികളുടെ സങ്കോചം വേഗതയിലാവുന്നതുകൊണ്ടോ ആണ്. ഇത്തരം യോഗാസനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പേശികളുടെ സങ്കോചം കുറയ്ക്കുകയും ഗർഭാശയ അനുബന്ധ അവയവങ്ങളിലും രക്തപ്രവാഹം കൂടുകയും കുടൽ പോലെയുള്ള അവയവങ്ങളുടെ ചലനം ത്വരിതപ്പെടുത്തുകയും ഇടുപ്പെല്ലിന് ചുറ്റുമുള്ള പേശികളുടെ അയവ് വരുത്തുകയും ചെയ്യുന്നു. നിത്യേന ഇത്തരം യോഗാസനങ്ങൾ സ്ഥിരമായി ചെയ്യുന്നതുകൊണ്ട് തന്നെ പിൽക്കാലത്തുണ്ടാകുന്ന പലതരം അസുഖങ്ങൾ, അതായത് ഗർഭാശയം പുറത്തേക്ക് തള്ളുക, അല്ലെങ്കിൽ ഗർഭാശയത്തിന് ചുറ്റുമുള്ള പേശികൾക്കുള്ള അയവ് കൊണ്ടുവരുന്ന മലദ്വാരം പുറത്തേക്ക് തള്ളൽ, ഗർഭാശയം പുറത്തേക്ക് തള്ളൽ, മൂത്രസഞ്ചി പുറത്തേക്ക് തള്ളൽ തുടങ്ങിയ അസുഖങ്ങളെ നമുക്ക് ഇല്ലാതാക്കാനും സാധിക്കും. ആദ്യമായി പരിചയപ്പെടുത്തുന്ന യോഗാസനമാണ് ഭദ്രാസനം. ആദ്യമായി നിവർന്നിരിക്കുക. ഉള്ളംകാലുകൾ ചേർത്ത് വെച്ച് അവയെ ജനനേന്ദ്രിയത്തിന് താഴെ മധ്യഭാഗത്തേക്ക് ചേർത്ത് വയ്ക്കാം. പിന്നീട് നട്ടെല്ല് നിവർത്തിയിരുന്ന് കൈകൾ മുട്ടിൽ ചേർത്ത് വെക്കുകയോ കാലുകളുടെ തള്ളവിരലുകളെ പിടിക്കുകയോ ചെയ്യണം. കാൽമുട്ടുകൾ നിലത്ത് ചേർന്നിരിക്കണം. ഏതാനും സെക്കൻഡ് ഇങ്ങനെ ഇരുന്നിട്ട് കാല് നീട്ടിവെക്കാം. അടുത്തത് ഭുജംഗാസനമാണ്. കൈകൾ നീട്ടിവെച്ച് സുഖമായി കിടക്കുക. അതിനുശേഷം കൈകൾ മെല്ലെ താഴേക്ക് കൊണ്ടുവന്ന് തോളിന് നേരെ താഴേക്ക് വെക്കുക. നെറ്റി ഉറപ്പിക്കുക. ശ്വാസം എടുക്കുന്നതോടുകൂടി പൊക്കിളിന്റെ ഭാഗം വരെ ശരീരത്തിന്റെ മുകളിലെ ഭാഗം മുകളിലേക്ക് ഉയർത്തുക. എന്നിട്ട് മുകളിലേക്ക് നോക്കുക. ശ്വാസം വിടുന്ന ക്രമത്തിൽ ശരീരം താഴ്ത്തി നെറ്റി തറയിൽ തൊടുക. താടി തറയിൽ ഉറപ്പിച്ച് വിശ്രമിക്കാവുന്നതാണ്. അടുത്തതായി ചെയ്യാവുന്ന ആസനമാണ് ബദ്ധകോണാസനം. ആദ്യമായി തറയിലിരിക്കുക. പിൻഭാഗം വളയാതെ കാലടികൾ ചേർത്ത് വെച്ച് നട്ടെല്ല് നേരെയാക്കി തന്നെ ഇരിക്കുക. നട്ടെല്ലിന് താങ്ങുമാറ് ഉദരത്തിന്റെ അടിഭാഗത്തെ പേശികൾ വലിക്കുക. കൈകൾ സൗകര്യം പോലെ കാലിലോ കണങ്കാലിലോ വളച്ചെടുക്കുക. തുടകളുടെ ഉൾഭാഗത്തെ അയവുണ്ടാക്കി കൈമുട്ടുകൾ ഇരുവശത്തേക്കും ഉന്തിവെക്കുക. ശ്വസിച്ചുകൊണ്ട് നെഞ്ചു വിരിച്ച് ഉയരുകയും ചെയ്യുക. ഇത് മറ്റൊരു രീതിയിൽ ചെയ്യാവുന്നത്, ചമ്രം പടിഞ്ഞിരുന്ന ശേഷം കൈകൾ രണ്ടും കാലുകളുടെ ഇടയിലൂടെ എടുത്ത് രണ്ട് കാൽപ്പത്തികളും ചേർത്ത് രണ്ട് കൈകളും ചേർത്ത് വെക്കുക. പതിയെ നിശ്വസിച്ചുകൊണ്ട് നെഞ്ച് വിരിച്ചുകൊണ്ട് മുന്നോട്ട് കുനിയുക. പുറം ഭാഗം നിരപ്പായിരിക്കണം. അല്പനേരം കുനിഞ്ഞ ശേഷം മെല്ലെ നിവർന്ന് ഇരിക്കാം. പിന്നീട് വിശ്രമിക്കുക. അടുത്തത് മാർജാരാസനമാണ്. കാറ്റ്സ് പൊസിഷൻ എന്നും പറയാറുണ്ട്. ആദ്യം വജ്രാസനത്തിലിരിക്കുക. വജ്രാസനത്തിലിരിക്കുന്ന ശേഷം കാൽമുട്ടുകളിൽ നിന്ന് കുട്ടികൾ ആനയെല്ലാം കളിക്കുന്നത് പോലെ കൈകൾ മുന്നോട്ട് വെച്ച് മുട്ടുകുത്തി ഇരിക്കുക. അതിനുശേഷം ശ്വാസം വലിച്ചുകൊണ്ട് തല പുറകിലേക്ക് വളച്ച് മേലോട്ട് നോക്കണം. ഒപ്പം നട്ടെല്ല് താഴേക്ക് വളച്ച് നിർത്തുകയും വേണം. അര സെക്കൻഡ് ഈ നിലയിൽ നിന്നുകൊണ്ട് നട്ടെല്ല് ഉള്ളിലേക്ക് വളയ്ക്കുകയും തല താഴേക്ക് കൊണ്ടുവരികയും തല കൈകളുടെ മധ്യത്തിലേക്ക് മാക്സിമം വളച്ചു കൊണ്ടുവരികയും ചെയ്യുക. അടുത്തതായി ചെയ്യാവുന്ന ആസനമാണ് ബാലാസനം. ഗർഭാശയത്തിൽ ചുരുണ്ടു കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ ആകൃതി ഉള്ളതുകൊണ്ടാണ് ഇതിനെ ബാലാസനം എന്ന് പറയുന്നത്. ആദ്യമായി വജ്രാസനത്തിലിരിക്കുക. കാലിന്റെ പാദം മേലോട്ടാക്കിയായിരിക്കണം വെച്ചിരിക്കേണ്ടത്. കൈകൾ മുകളിലേക്ക് നീട്ടിപ്പിടിക്കുക. പുറം നിവർന്നിരിക്കണം. കഴുത്തും പുറവും അയച്ചു പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നിൽക്കുക. പിന്നീട് നിശ്വസിച്ചുകൊണ്ട് മെല്ലെ കൈകൾ താഴോട്ടാക്കി മുന്നോട്ട് കുനിയുക. നെറ്റിയും മുഖവും തറയിൽ തൊടുവിക്കുക. കൈകൾ മലർത്തി കാലുകളുടെ ചേർത്ത് വെക്കണം. അവിടെ നിന്ന് ദീർഘമായി ശ്വാസം എടുക്കുക. പരമാവധി ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ശശാങ്കാസനം എന്ന ആസനവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അടുത്തതായി
പശ്ചിമോത്താസനം. ആദ്യമായി കാല് നീട്ടി ഇരിക്കുക, നട്ടല് നിവർന്നിരിക്കണം, കൈകൾ മുകളിലേക്ക് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ മുന്നോട്ട് കൊണ്ടുവരികയും കുനിഞ്ഞ് കൈകൾ കൊണ്ട് കാലിന്റെ പെരുവിരൽ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ വശങ്ങളിലൂടെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. അടുത്തതായി പവനമുക്താസനം. ആദ്യമായി മലർന്ന് കിടക്കുക, കാലുകൾ നീട്ടി വെക്കുക, വലതുകാൽ മടക്കി മുട്ട് 2 കൈകൊണ്ടും ചേർത്ത് പിടിച്ച് ദീർഘമായി ശ്വസിച്ച് 5 മുതൽ 10 സെക്കൻഡ് വരെ ശ്വാസം ഉള്ളിൽ നിർത്തുക. തുടകൾ വയറിൽ അമരുന്ന വിധത്തിൽ അല്പം ശക്തിയോടെ താഴ്ത്തിക്കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. കാൽമുട്ട് നെറ്റിയിൽ തൊടുവിക്കാൻ ശ്രമിക്കുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തല താഴ്ത്തി കിടക്കുക. ശ്വാസം സാവധാനം വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുക. ഇതുപോലെ തന്നെ മറുകാലിനും ചെയ്യുക. അടിസ്ഥാനപരമായി ആർത്തവകാല വേദനയ്ക്ക് ചെയ്യാവുന്ന യോഗാസനങ്ങളാണ് മേൽപ്പറഞ്ഞവ. അടിവയറിന് ചുറ്റുമുള്ള പേശികളെ ബലപ്പെടുത്തുന്നതും ഗർഭാശയ പേശികളെ അയവുണ്ടാക്കുന്നതും പെൽവിക് ഫ്ലോർ പേശികളെ ബലപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരുപാട് ആസനങ്ങൾ നിലവിലുണ്ട്. എന്നാലും അടിസ്ഥാനപരമായി ഇത്തരം മേൽപ്പറഞ്ഞ ആസനങ്ങൾ ചെയ്താൽ തന്നെ ആർത്തവകാല വേദനകൾ കുറച്ചു കാലം കൊണ്ട് പരിധിയിൽ നിർത്താൻ സാധിച്ചേക്കും. ഇത്തരം ആസനങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ആദ്യമായി യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും വാമപ്പായിട്ടുള്ള ചെറിയ എക്സസൈസുകൾ ചെയ്തിരിക്കണം. ആദ്യമായി യോഗാസനങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഈ യോഗാസനങ്ങളുടെ പൂർണ്ണമായ സ്ഥിതിയിലേക്ക് എത്തുവാൻ ബലപ്രയോഗങ്ങൾ നടത്താതിരിക്കുക. എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം കൈകളും കാലുകളും നട്ടെല്ലും വളയ്ക്കുക. തുടക്കത്തിൽ പറ്റുന്ന വിധത്തിൽ മാത്രം വളയ്ക്കാൻ ശ്രമിക്കുക. നിരന്തരം പരിശ്രമത്തിലൂടെ ആ യോഗാസനത്തിന്റെ പൂർണ്ണസ്ഥിതിയിലേക്ക് വരുത്താൻ സാധിക്കും. ആദ്യമായി ചെയ്യുന്നവർ ഓരോ യോഗാസനങ്ങളും 3 മുതൽ 5 വരെ തവണ വീതം ചെയ്യുക. കുറച്ചു കാലത്തേക്ക് അതേ എണ്ണം നിലനിർത്തിയ ശേഷം 5-6 ദിവസങ്ങൾക്ക് ശേഷം ഈ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓരോരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് 5 മുതൽ 8 വരെയും 10 മുതൽ 15 വരെയും തവണയായിട്ട് ഇത്തരം യോഗാസനങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. ദിവസങ്ങൾ കഴിയും തോറും ഇത്തരം യോഗാസനങ്ങൾ കൂടുതൽ തവണ ചെയ്യുവാനും ഇതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് ചെയ്യാനും എല്ലാവർക്കും സാധിക്കും. ഭക്ഷണം കഴിച്ച ഉടനെയോ ആർത്തവകാലത്തോ ഇത്തരം യോഗാസനങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്. ഇത്തരം യോഗാസനങ്ങൾക്കൊപ്പം തന്നെ കൃത്യമായ ഭക്ഷണശീലങ്ങളും കൃത്യമായ ജീവിതചര്യകളും ആയുർവേദ മരുന്നുകളും ആർത്തവകാല വേദനയെ പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കും. ഒരു ആയുർവേദ ഡോക്ടറെ നേരിട്ട് കാണുകയാണെങ്കിൽ ഈ യോഗാസനങ്ങൾ കൃത്യമായി പഠിക്കുവാനും ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കുന്ന യോഗാസനങ്ങൾ ഡോക്ടറെ അടുത്ത് തന്നെ അറിയാനും പഠിക്കാനും സാധിക്കും. ഈ പറഞ്ഞ യോഗാസനങ്ങളിൽ സംശയങ്ങൾ ഉണ്ടെങ്കിലും ഒരു ഡോക്ടറെ നേരിട്ട് കണ്ട് സംശയ ദൂരീകരണം വരുത്താവുന്നതാണ്. യോഗദീപ്തിയുടെ മറ്റൊരു ഭാഗം നാളെ കേൾക്കാവുന്നതാണ്, മറ്റൊരു രോഗത്തിൻ്റെ യോഗാസനങ്ങളുമായി. നന്ദി, നമസ്കാരം. യോഗദീപ്തി. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ വനിതാ കമ്മിറ്റി അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തെറാപ്യൂട്ടിക് യോഗ എന്ന വിഷയത്തിൽ പലവിധ രോഗങ്ങൾക്കനുസൃതമായ യോഗാസനങ്ങൾ പരിചയപ്പെടുത്തുന്ന പരിപാടി. യോഗദീപ്തി.